ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തമിഴ്നാട് വിരുദനഗറിൽ പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി 5 സ്ത്രീകളടക്കം 8 പേർ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 6 പേർ ചികിത്സയിൽ. രക്ഷാപ്രവർത്തനം തുടരുന്നു. കർഷക സമരം 5ാം ദിവസം. കേന്ദ്രം ഇടഞ്ഞാൽ പ്രതിഷേധം ഡൽഹിയിലേക്ക്. പിന്നോട്ടില്ലെന്ന നേതാക്കൾ. അടുത്ത ചർച്ച നാളെ. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണിയും വലതുമുന്നണിയും BJPയും ആഹ്വാനം ചെയ്ത ഹർത്താൽ വയനാട്ടിൽ പുരോഗമിക്കുന്നു. അണപൊട്ടി ജനരോഷം. വനം വകുപ്പിന്റെ ജീപ്പ് നാട്ടുകാർ തകർത്തു. കണ്ണൂരിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ മാവോയിസ്റ്റിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇടത് കാലിനും നെഞ്ചിനും പരുക്ക്. ഇയാൾക്കെതിരെ UAPA ചുമത്തുമെന്ന് പോലീസ്. മന്ത്രി R. ബിന്ദുവിനെതിരെ ഗവർണർ. SFIക്കും വിമർശനം. മന്ത്രി കോടതി ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചെന്ന ഗവർണർ. സംസ്ഥാനത്ത് SFI പോപ്പുലർ ഫ്രണ്ട് സഖ്യം പ്രവർത്തിക്കുന്നുവെന്നും ഗവർണറുടെ ആരോപണം. കുറ്റിക്കാട്ടൂർ സൈനബ വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിലെ 4 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. സംസ്ഥാനത്ത് കൊടും ചൂട്. 4 ജില്ലകളിൽ ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഈ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ദുരന്ത നിവാരണ അതോറിറ്റി. സൂപ്പർ ഹീറോയായി INS ചെന്നൈ യുദ്ധക്കപ്പൽ. ലൈബീരിയൻ ചരക്ക് കപ്പൽ റാഞ്ചാനുള്ള കടൽ കൊള്ളക്കാരുടെ ശ്രമം പരാജയപ്പെടുത്തി ഇന്ത്യൻ നാവികസേന. ഇന്ത്യയെ പിണക്കി കഷ്ടകാലം വാങ്ങി മാലദ്വീപ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ IMFനോട് സഹായം അഭ്യർത്ഥിച്ച മാലദ്വീപ്. വ്യാജരേഖ ചമച്ച തട്ടിപ്പ്. കമ്പനികളുടെ മൂല്യം പെരുപ്പിച്ചു കാട്ടി ബാങ്കുകളെയും ഇൻഷുറൻസ് കമ്പനികളെയും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കബളിപ്പിച്ചെന്ന് കണ്ടെത്തൽ. പിഴയിട്ട് കോടതി. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.